മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നെന്ന മീഡിയ വൺ വാർത്താ പരമ്പരയിൽ ഇടപെട്ട ഗതാഗത മന്ത്രി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വ്യാജ ഉദ്യോഗസ്ഥരെ പൂട്ടും. കർശന പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ലൈസൻസ് നൽകുക. ലൈസൻസിന്റെ എണ്ണം കുറയ്ക്കുമെന്നും മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഗണേഷ് കുമാർ പറഞ്ഞു. മീഡിയ വൺ ഇംപാക്ട്. അതിലൊക്കെ നടപടി ഇന്നുണ്ടാവും. ഇനി വ്യാജന്മാരൊന്നും കയറരുത്. കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശുപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ, വ്യാപകമായ അഴിമതികൾ, അതൊക്കെ ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റുമാരും ഒക്കെ നിർത്തണം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം, പാർക്കിംഗ് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ്. നിങ്ങൾ പരാതിയൊന്നും പറയരുത്. ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും. നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട്, ഇന്ന അപകടം സംഭവിച്ചു, 2 പേര് മരിച്ചു, RTO വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഒരു കാര്യമില്ല. കാരണം അവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്ന വേറെ എവിടെയെങ്കിലും വീട്. അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും. ദിവസം 500 ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഗിന്നസ് ബുക്കിൽ കയറില്ല. ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം. വണ്ടി തിരിക്കാൻ തിരിച്ചിട്ട് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല. വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം, റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം, കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും. TC ഉടൻ തന്നെ അതിന്റെ ഉത്തരവ് ഇറക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധാരണ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിലാണ് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും. കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട്. സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെന്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കും. വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ.